Assalamualaikum. Hi friends, welcome back. Zainusfoodtube എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു സ്നാക്സിന്റെ റെസിപ്പി തന്നെയാണ്. മലബാർ സ്പെഷ്യൽ സ്വീറ്റ് ബനാന റോൾ. അതായത് പഴം റോൾ. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന റെസിപ്പിയാണെങ്കിൽ മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബനാന റോൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് പാകത്തിന് പഴുത്ത പഴമാണ്. പഴുപ്പ് കൂടും ചെയ്യരുത്, കുറയും ചെയ്യരുത്. അങ്ങനെ അതിനു വേണ്ടി ഞാൻ 2 നേന്ത്രപ്പഴം തൊലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കണം. വല്ലാതെ കട്ടി കുറക്കണ്ട. പാകത്തിന് കനത്തിൽ തന്നെ ഒരു മീഡിയം സൈസ് കനത്തിൽ ഇതിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക. ഇതുപോലെ. ഞാൻ ഈ ഒരു പഴം 4 പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഈ പഴം 4 പീസാക്കി എടുക്കുക. ഇതുപോലെ. കണ്ട ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് 8 സ്ലൈസ് ഉണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 8 അണ്ടിപ്പരിപ്പ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുക. 8 or 10 ചേർത്താൽ മതി. മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചേർക്കുക കേട്ടോ. ഞാനതിന് പ്രത്യേകിച്ചൊരു കണക്കൊന്നും പറയുന്നില്ല, 8 എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിനോടുകൂടി തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. തേങ്ങയും പഞ്ചസാരയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. കൂടുതൽ വേണ്ട, 1 ടേബിൾ സ്പൂൺ മതി. ഒന്ന് സ്റ്റിക്കി ആവാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫില്ലിങ്ങും തണുക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് പഴം ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പഴത്തിൻ്റെ ഓരോ പീസായി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് മറിച്ചിട്ടതിന് ശേഷം മറ്റേ ഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ അത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഓരോന്നായി പാനിൽ നിന്ന് മാറ്റുക. അതിനുശേഷം അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇനി ഫില്ലിങ്ങിൽ നിന്ന് ഇതുപോലെ ചെറിയ ഉരുളകൾ ഉരുട്ടിയെടുത്തതിന് ശേഷം അത് ഈ പഴത്തിൽ വെച്ച് റോൾ ചെയ്തെടുക്കുക. പഴം ചെറിയ ചൂടോടുകൂടെ തന്നെ അത് റോൾ ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. ചെറിയ ചൂടോടെ ചെയ്യുമ്പോഴാണ് പഴം നന്നായി ഒട്ടിപ്പിടിച്ചിരിക്കുക. അങ്ങനെ അതല്ലെങ്കിൽ പിന്നെ ടൂത്ത് പിക്ക് കുത്തി കൊടുക്കേണ്ടി വരും. ഇവിടെ ചെറിയ ചൂടോടെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതുപോലെ എല്ലാ പഴം റോൾ ചെയ്തെടുക്കുക. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല. ഒന്നും കൂടി ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ചെറിയ ചൂടോടെ തന്നെ ഇത് റോൾ ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ടൂത്ത് പിക്ക് കുത്തി കൊടുത്താൽ മതി. തണുത്ത് പോയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഈ ഭാഗത്ത് ഒരു ടൂത്ത് പിക്ക് കുത്തി കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ ചെറിയ ചൂടോടെ ഇരിക്കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുപോലെ എല്ലാ പഴവും റോൾ ചെയ്തെടുക്കുക. ഈ ഫില്ലിങ് ഇങ്ങനെ തന്നെ തിന്നാൻ നല്ല സ്വാദാണ് കേട്ടോ. കുട്ടികളൊക്കെ കണ്ടാൽ അവർ വിടില്ല. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ്. ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. ശരിക്കും പഴം കുട്ടികളുടെ കയ്യിൽ അങ്ങനെ കൊടുത്താൽ അവർ കഴിക്കാൻ മടിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ നന്നായി കഴിക്കും. അതുകൊണ്ട് എല്ലാവരും കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ വേറെ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം. Thank you.